മച്ചാ അവന്മാര് ഇത് മറ്റേ അവന്മാരല്ലേ? പോടാ കൊടുക്കടാ അവന്മാർക്ക്. കുപ്രസിദ്ധമായ ജസ്ലി വധക്കേസിലെ പ്രതി സ്റ്റീഫനെ വെറുതെ വിട്ടത് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമാകുന്നു. സ്റ്റീഫന് വേണ്ടി കോടതിയിൽ ഹാജരായത് ഒരു സീറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന മുംബൈ അഭിഭാഷകൻ. സ്റ്റീഫന് വേണ്ടി മറ്റൊരു കേസിൽ ചെന്നൈ ഹൈക്കോടതിയിലും ഇയാൾ തന്നെയാണ് ഹാജരായത്. അപ്പീലിന് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അവർക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം കിട്ടി. ആ കൊച്ചിനും കുടുംബത്തിനും പോയി. അല്ലാതെ ഇവന്മാര് കിടന്ന് ചലിച്ചിട്ട് എന്താവാനാണ്? കോടതിയിൽ തെളിവാ നോക്കുന്നത്. മിടക്കന്മാര് വക്കീലുമാര് വായിച്ചാ ഇല്ലാത്ത തെളിവുണ്ടാവും, ഉള്ളത് പുകയാവും. പുക എന്തിനാ ഇവന്മാരിങ്ങനെ പുകച്ചോണ്ട് നടക്കുന്നത്? വന്ന് ഇത് അടിച്ചു കഴിഞ്ഞാ കൊതിന് ഹോർലിക്സ് കുടിച്ച മാതിരി എനർജിയാ. പിന്നെ ചറവറാൻ പറഞ്ഞു. സ്വാമി കുറച്ച് പഞ്ചസാര ഇട്ട്. സ്വാമി ഒരു തൊളവട. നല്ല പഞ്ചരടിയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവളും ഈ പ്രായത്തിലും ഇത്ര സുരഭിയോടെ പോകുന്നത് അല്ലടി. നിരവധി പ്രമുഖർ വിധി എന്താണെന്ന് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. കോടതി വിധിയെക്കുറിച്ച് സംസാരിക്കാൻ അഡ്വക്കേറ്റ് രാമോഹൻ ഒന്ന് കളയേണ്ടവനെയൊക്കെ തുറന്നുവിട്ടിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടു മനുഷ്യന് ഭ്രാന്ത് പിടിച്ചോളൂ. ആദ്യേ നിന്റെ അച്ഛൻ എന്ത് തോന്നിയടാ ഇത് തന്നുവിടാൻ? തന്നൊന്നുമല്ല, അച്ഛനെല്ലാം സമയം നോക്കി ഞാൻ പൊക്കിയതാ. തിരിച്ചു ചെല്ലുമ്പോ അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ എന്നെ ജീവനോടെ കാണാം. എന്നാ കേമായി കുറച്ചേരം ആയുള്ളൂ. ഇവിടുന്ന് വടയും മേടിച്ചോണ്ടേ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അളിയ നമ്മൾ ഈ സ്പോട്ടിൽ വെച്ച് പിരിയായി. നീയായി, നിന്റെ അച്ഛനായി, അങ്ങേരെ കാറായി. മഹാഭാരതം. ഈ ടിവിയിലും ഒന്നുമില്ലേ? ചായ വന്നല്ലോ. പഴയ കാലത്ത് ഇഞ്ചിനാ നല്ല പവർ ആയിരിക്കും അല്ലേ? പിന്നെ എഞ്ചിനൊക്കെ ഇവന്റെ അച്ഛനെ എന്നേ മാറ്റി. ഇത് വാങ്ങിച്ച പിന്നെ അതൊരു ബോട്ടിന്റെ എഞ്ചിനാണ്. ബോട്ടിന് മാത്രമല്ല, ആ വർക്ക്ഷോപ്പിൽ പണിയാൻ വരുന്ന പല വണ്ടികളുടെയും പാർട്സ് അന്ന് കിടപ്പുണ്ട്. ഫോർഡ്, മാരുതി, ഫിയറ്റ്, ബെൻസ് എല്ലാം കൂടി കൊളാബറേഷൻ ആ കിടക്കുന്നത്. ക്രോസ് അതന്നെ ക്രോസ്. ഓ, അതിന്റെ അകത്ത് കയറി ഞെളിഞ്ഞിരിക്കുമ്പോ എന്ന് പറയരുതേ. വയറ് നിറഞ്ഞെങ്കിൽ നമുക്കൊരു സിഗരറ്റ് വലിച്ചിട്ട് വരാം. സ്വാമി ഒരു സിഗരറ്റ് എടുക്കുന്നേ. Today the business advisory committee was there. The business advisory committee, it was deliberated and the government insisted. എടാ നിന്റെ പച്ചക്കിളി വരുന്നുണ്ട്. അളിയോ വാ വാ. കൺകൾ ഇരണ്ടാൽ കൺകൾ ഇരണ്ടാൽ എന്നെ കട്ടി എഴുത്തായി എഴുത്തായി പോതാതെ ചിന്ന ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളി വിട്ട് മൂടി മറത്താ. ഒരുപാട് ആട്ടണ്ട, പുറകെ ശശിയുണ്ട്. ആര്? നിന്റെ അച്ഛൻ. ഉണങ്ങിയ കാമദേവാ. അത് കൊള്ളാലോ. ദേ അച്ഛനും മോനും ഒരു പെണ്ണിന്റെ പുറകെ. കഷ്ടം. എടാ നോയിക്കൊണ്ടിരിക്കാതെ 8-10 സ്പാർ എടുക്കും. 8-10 ബോക്സ് ഉണ്ടാക്കാനെ.
ഓഫീസിൽ നിന്ന് വരുമായിരിക്കും എഞ്ചിനീയർ. നിനക്കും നിന്റെ വാൽമാക്രിയർക്കും വട്ടത്തിലോടിച്ച് കളിക്കാനല്ല ഞാനിത് തുടച്ചും മിനിക്കും കൊണ്ടു നടക്കുന്നത്. തകരഷെഡിന് കണ്ണു കിട്ടാതിരിക്കാനായിരിക്കും. ഒരു സൂക്ഷ്മവും ഇല്ലാതില്ലോ വണ്ടി. പോലീസ് വണ്ടി ഇതെന്തോടാ ഇവിടെ ഒരു പോറല്? പോറലോ? ഇത് ഞാനങ്ങ് കുറച്ചല്ല. പിന്നെ ഞാനായിരിക്കും. നീ സീർട്ട് വെച്ചു? ഇല്ല. അണ്ണാക്കലോട്ടിടുന്നതിന് മുമ്പേ ആ വിക്സ് മുട്ടായി വിരലിലിട്ടെന്ന് ഉരയ്ക്കണം. ഇനി എനിക്ക് അത്യാവശ്യം ഒന്ന് വലിക്കണമെങ്കിൽ പുറത്താരോട് ചോദിക്കണ്ടല്ലോ. പറ്റി സോറി. നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് എടാ ഒന്ന് പയ്യെ പാടടാ, കേക്കാൻ കൊള്ളാമെങ്കിലും വേണ്ടില്ല. കണ്ണാടെ നീ എന്നെ കെട്ടിയില്ലെങ്കിൽ ഇവന്റെ ഒരു കാര്യം. അച്ഛനും അമ്മയ്ക്ക് മഞ്ഞൊരു വീതം മറ്റായമാർക്കൊക്കെ ചേട്ടാ ഏറ്റില്ലെന്നാ ഇയാളുടെ പാട്ട് ഡയലക്ട് ഓണാക്കാൻ കൊടുക്കുമെന്ന്. ആ കോൾ എടുക്കണ്ട. ഇല്ലേ ഹലോ, എത്ര നേരമാ വിളിക്കുന്നു? ഏറ്റലിന്ന് ഇയാളുടെ അമ്മാവന്റെ മോളാ. എത്ര വട്ടായി വിളിക്കുന്നു. നിന്നെ ഞാൻ കൊല്ലും. നിങ്ങളുടെ കോൾ എടുക്കരുത് ഞാൻ പറഞ്ഞല്ലേ. ഏയ് വേണ്ട, എയർടെൽ കണക്ഷന് കാര്യം ഇപ്പൊ അമ്മയുടെ അടുത്ത് ചെല്ലും. ഓക്കെ, പഴയ മധുര കണക്ഷൻ തന്നെയാണോ മോനെ? എന്റെ ഈശ്വര. എത്ര നേരമായി ഞാൻ വിളിക്കാം. ഇതേ ചോദ്യം കുറച്ചു മുമ്പേ ഞാനും ചോദിച്ചായിരുന്നു. കേട്ടത് നിന്റെ സിസ്റ്റർ ആണെന്ന് മാത്രം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ കൊണകൊണാന്ന് വിളിച്ചോണ്ടിരിക്കരുന്ന്. നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയായിട്ടല്ലേടാ. അയ്യോ, നീ ഒരുപാടങ്ങ് ഒലിപ്പിക്കല്ലേ. എടി, നീ നാട്ടിൽ വന്നിട്ട് 2 ദിവസമായില്ലേ? ഇതുവരെ എന്നോടൊരു 1/2 മണിക്കൂർ നീ തികച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ നിനക്ക് ഒടുക്കത്തൊരു തിരക്കും. കൂൾ കുഞ്ഞുഞ്ഞെ കൂൾ. ഞാൻ പറഞ്ഞല്ലോ, ജനിയുടെ കല്യാണം കഴിയുന്നവരെ നല്ല തിരക്കായിരിക്കും. പിന്നെ നീ എപ്പോ ആണെങ്കിലും വന്നോ. പകല് നമുക്കിവിടെ ഒക്കെ കറങ്ങാം. രാത്രിയിലോ? രാത്രി തന്നെ കറങ്ങാൻ മതി. നീ തെറ്റിദ്ധരിക്കല്ലേ. രാത്രി ചുമ്മാ 2 പേർക്കും കൂടെ ബീച്ചിൽ പോയിരിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിനക്ക് ഒരു ദുരുദ്ദേശം ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബീച്ചിൽ പോയി കാറ്റോളാന്നല്ലേ ഉദ്ദേശിച്ചത്? കാറ്റ് കൊള്ളാം, തിരയുണ്ടാം, ആകാശത്തേക്ക് നോക്കി കിടന്ന് നക്ഷത്രം ഉണ്ടാം, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ, ഒന്ന് പോയാലോ? വല്ലതും നടക്കും. വേറൊന്നുമില്ലെന്നേ. ഞാൻ നിനക്കൊരു കിസ് തരും. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല നീ അപ്പൊ തന്നെ തിരിച്ചെന്നോ. കാമുകയുമായി സംസാരിച്ചിരിക്കുമ്പോൾ സഹോദരി വരുന്നത് മുൻകൂട്ടി അറിയാൻ ഒരു പ്രത്യേക സൗകര്യം. ഈ സൗകര്യം ലഭിക്കാൻ 1 2 3 4 5 ഡയൽ ചെയ്യുക. മാസം വെറും 10 രൂപ മാത്രം. എന്റെ ഒന്നും എടുക്കണ്ട. എടുക്കുന്നില്ല. മഞ്ഞ ഒളിച്ചുണക്കാൻ ഇട്ടിരിക്കുവല്ലേ. പൊടി. നടക്കട്ടെ നടക്കട്ടെ. ഓവറാക്കല്ലേ. ആ പിന്നെ. നീ പൊടി മോട്ടെ. നീ പോടെ കൊരങ്ങ. നിന്റെ അച്ഛൻ. അമ്മു തുണിയെടുക്കാൻ വന്ന. എടി, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം. റഫീഖ് വിളിക്കണ്ടോ? ഓ, നിനക്ക് എപ്പോഴും ഫ്രണ്ട്സ്. ഞാൻ വച്ചേക്കാം. എടി, ഒരു കാമുകി പോയാൽ വേറെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ നല്ല ഫ്രണ്ട്സ് അങ്ങനെയല്ല. They are too precious.